സ്റ്റുഡൻസിന് റേഡിയോ ടാക്സ് അടക്കണ്ടേ? ഇൻസ്റ്റന്റ് ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ? ഹലോ, 2025 ഒക്ടോബറിൽ ജർമ്മനിയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് നോക്കിയാലോ നമുക്ക്. ഫസ്റ്റത്തെ മാറ്റം എന്ന് പറയുന്നത് ഡോക്ടർമാർക്കുള്ളതാണ്. ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഫുൾ ആയിട്ട് ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്പർ വെച്ചിട്ടുമാണ്. സെക്കൻഡ് മാറ്റം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അക്രോസ് യൂറോപ്പ്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ മണി അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചില ബാങ്ക്സ് ത്രൂ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ 2 days ഒക്കെ എടുക്കും ആണ്. ഇപ്പൊ നോ മോർ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ പൈസ അയച്ചു കൊടുക്കുമ്പോൾ 10 സെക്കൻഡിനുള്ളിൽ ആ ഫ്രണ്ടിന്റെ കയ്യിൽ പൈസ എത്തിയേക്കും. പിന്നെ ഈ ട്രാൻസ്ഫറിൽ വെരിഫിക്കേഷനും കൂടിയുണ്ട്. ഐബാൻ നെയിം വെരിഫിക്കേഷൻ. നെയിമും ഐബാനും മാച്ച് ആണ് എന്നുണ്ടെങ്കിൽ ഗ്രീൻ ടിക്ക് വരും. നെയിമും ഐബാനും ചെറിയ മാച്ച് ആണെന്നുണ്ടെങ്കിൽ യെല്ലോ ടിക്ക് ആയിരിക്കും. നെയിമും ഐബാനും യാതൊരു വിധത്തിലും മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ റെഡ് ടിക്ക് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ വരും. തേർഡ് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് വിന്റർ ടയർ ആണ്. ഓബിസ് ഓവറോൾ ഒക്ടോബർ ടു ഓയിസ്റ്റർ വരെ നിങ്ങളുടെ വെഹിക്കിൾസിനെല്ലാനും വിന്റർ ടയറിലേക്ക് സ്വിച്ച് ചെയ്യണം. ഫോർത്ത് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാറുകളെല്ലാനും വർക്ക്ഷോപ്പിൽ 1 ടൈം ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യും. അതുപോലെ ഫ്രീ ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്യും. ഇത് ഇവർ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്ററിൽ സേഫ് ജേണിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഫിഫ്ത് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് റേഡിയോ ടാക്സ് അടക്കണ്ട. പക്ഷേ ഇത് എല്ലാ സ്റ്റുഡൻസിനും അല്ല. എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, ലോൺ എന്തെങ്കിലും എടുത്തിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇങ്ങനെയുള്ള കുറെ ക്രൈറ്റീരിയ എല്ലാനും നോക്കിയിട്ടാണ് ഇവർ റേഡിയോ ടാക്സിന്റെ എക്സെപ്ഷൻ കൊടുക്കുന്നത്. ഒക്ടോബർ 12 മുതൽ യൂറോപ്യൻ യൂണിയൻ ഒരു എൻട്രി എക്സിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. സോ അതുകൊണ്ട് എല്ലാ യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസിന്റെ ബോർഡേഴ്സിലെല്ലാനും ബയോമെട്രിക്സിന്റെ ചെക്കിംഗ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഈ ന്യൂ സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ ബയോമെട്രിക്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ജർമ്മനിയിൽ ഒരുപാട് വർഷം താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് ലോങ് ടേം വിസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിസ്റ്റം ബാധകമല്ല. നിങ്ങളുടെ RP കാർഡും പാസ്പോർട്ടും മാത്രം നിങ്ങൾ ബോർഡറിംഗ് കൺട്രീസിൽ കൊണ്ടുപോയാൽ മതി. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒക്ടോബർ 26 നിങ്ങൾക്ക് 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റും. സോ ഇത് ഡേ ലൈറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. സോ അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.